തമിഴ്നാട്ടിൽ കരുവാറ്റ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്നാരോപിച്ച് സഹോദരൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കുൾപ്പെടെ പരാതി നൽകി. വിജിത്ത് ഭവനത്തിൽ വിജിത്തിന്റെ മരണത്തിലാണ് സഹോദരൻ വിജേഷ് പരാതി നൽകിയത്. കരുവാറ്റ സ്വദേശിയായ വിജിത്തിനെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് വിജിത്തിന്റെ സഹോദരൻ വിജേഷ് പരാതി നൽകിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ജില്ലാ പോലീസ് മേധാവിക്കുമടക്കം വിജേഷ് പരാതി നൽകിയിരുന്നു. കരുവാറ്റ സൗത്ത് വിജിത് ഭവനത്തിൽ വിജിത്തിനെ ഏതാനും നാളുകൾക്ക് മുമ്പാണ് കൃഷ്ണഗിരിയിൽ ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിജിത്തിനെ കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിലൂടെയാണ് വിജിത്ത് ആത്മഹത്യ ചെയ്തതായി തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതെന്നും വിജേഷ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. മുതുകുളം സ്വദേശിനിയായ യുവതി, ചെങ്ങന്നൂർ സ്വദേശിയായ വ്യക്തി എന്നിവരെ കേന്ദ്രീകരിച്ചാണ് സഹോദരൻ ഉൾപ്പെടെ സംശയം ഉന്നയിക്കുന്നത്. മരണവിവരം കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതിന്റെ കാരണം എന്താണെന്നത് വ്യക്തമാക്കണമെന്നും ആരുടെയെങ്കിലും മനഃപൂർവ്വമായ ഇടപെടലോ ഗൂഢാലോചനയോ ഇതിന് പിന്നിലുണ്ടോ എന്നത് വിശദമായി അന്വേഷിക്കണം എന്നുമാണ് വിജേഷ് ആവശ്യപ്പെടുന്നത്. മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും നടന്ന സംഭവ വികാസങ്ങൾ, ബന്ധപ്പെട്ട വ്യക്തികളുടെ പെരുമാറ്റം, ഫോൺ വിളികളുടെ വിവരങ്ങൾ, മൊബൈൽ ലൊക്കേഷൻ, സാക്ഷിമൊഴികൾ, മറ്റ് ഡിജിറ്റൽ ശാസ്ത്രീയ തെളിവുകൾ എന്നിവ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും വിജേഷ് പറയുന്നു. ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ മാത്രം അന്വേഷണം അവസാനിപ്പിക്കരുതെന്നും മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതും പ്രേരണയുണ്ടായിരുന്നോ എന്നതും നിയമപ്രകാരം തന്നെ പരിശോധിക്കണമെന്നും വിജേഷ് പറയുന്നു. ഞാൻ മിസ്സിംഗ് ആയിരുന്നു ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരിപ്പാട് പോലീസിന് അറിയാൻ പറ്റിയത് അദ്ദേഹം മരണപ്പെട്ടിട്ട് 7 മാസമായെന്ന് അറിഞ്ഞു. അപ്പോൾ 1 മാസമായിട്ട് നമ്മളതിൻ്റെ അന്വേഷണത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ SP പരാതി കൊടുത്ത്, ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്ത്, അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പം കായംകുളം DYSP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഇപ്പം നമ്മൾ തമിഴ്നാട് SP പരാതി കൊടുത്തു. മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവർക്കും പരാതി നൽകിയിട്ടുണ്ട്. എൻ്റെ സഹോദരൻ പണിക്ക് പോയിട്ട് 1.5 കൊല്ലമായി. അതായത് ഒസൂർ എന്ന് പറയുന്ന ടാറ്റ കമ്പനിയിലായിരുന്നു ജോലിക്ക് പോയത്. കഴിഞ്ഞ നവംബറിൽ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടോടെ വന്നായിരുന്നു. പിന്നീട് ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല വന്നപ്പോഴത്തേക്കാണ് നമ്മളിത് അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോഴത്തേക്ക് മിസ്സിംഗ് കേസ് കൊടുത്തു. ഹരിപ്പാട് പോലീസിന് അറിയാൻ പറ്റിയത് അദ്ദേഹം മരണപ്പെട്ടെന്നാണ്. പിന്നെ ആ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഇത് ആത്മഹത്യ ചെയ്യത്തില്ല, അതൊരു കൊലപാതകം തന്നെയാണെന്ന് അറിയപ്പെടുന്നു. പക്ഷേ ഈ ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് ഈ കൃത്യത്തിന് മുന്നിട്ട് നിൽക്കുന്നത്. അവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്ന അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് ആഭ്യന്തര മന്ത്രിക്ക് കൊടുത്തു. അന്വേഷണം ചുമതല കായംകുളം DYSPക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നു വരികയാണ്. വിജേഷിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. CDNet ന്യൂസ്, ഹരിപ്പാട്.